ഹലോ, നമുക്കൊന്ന് മോര് കാച്ചിയതായാലോ? അതിനുള്ള തേങ്ങ, രാഗി, ജീരകവും ചെറിയുള്ളി ഇട്ട് മിക്സിയിൽ അരച്ച് വെച്ചു കേട്ടോ. കടുക് പൊട്ടിച്ച് ഈ അരപ്പ് നമ്മൾ ഈ കടുക് പൊട്ടിച്ചതിലേക്കിട്ട് കുറച്ച് മോരും കൂടി ഒഴിച്ചു കേട്ടോ. നമ്മൾ ആ അരപ്പൊന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചും കൂടി മോര് അതിലേക്ക് പാർന്നു. മോരാട്ടോ ഞാൻ എടുത്തത്, തൈരൊന്നുമല്ലേ. മോര് പാർന്നു. ഒരു ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കുത്തി ചതച്ചതാണ്. ഇഞ്ചി ചതച്ച് ഏകദേശം ആ ഒരു സൈഡൊക്കെ പൊട്ടി വെച്ചിരിക്കുന്നു. ഞാൻ ഇഞ്ചി ചതച്ചത് അതിലേക്കിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനായ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതുതന്നെ മെയിനായിട്ട് ഇതിലുള്ളൂ. പിന്നെ ആവശ്യമുണ്ട് നമുക്ക് കറിവേപ്പില, വെളുത്തുള്ളി വേണേൽ വെളുത്തുള്ളി ഇടാം, ഉപ്പും. വെളുത്തുള്ളി ഇടുന്നവരുണ്ട് കേട്ടോ. ഞാനിതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല, കാരണം കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇത്തിരി ഒരു എരിവിന് വേണ്ടിയിട്ട്. ഇത് നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ലൊരു മരുന്നുമാണ്. നമുക്ക് വയറുവേദന ഇതൊക്കെ ഉള്ള സമയത്ത്, വയറിളക്കമുള്ള സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യുമെന്ന് പറയുന്നേക്കാം അച്ഛമ്മയൊക്കെ. അങ്ങനെ നതിരാക്കി. മോര് ഒന്നുമില്ല, മോര് കണ്ടപ്പോൾ മോര് കാച്ചാന്ന് വിചാരിച്ചാൽ മോര് കാച്ചി. മീനെന്തേലും വാങ്ങി പിന്നെ മീൻ കറി വെച്ചാൽ മതിയല്ലോ. മോള് സ്കൂളിൽ പോയി ഇപ്പോൾ അതാ മെസ്സേജ് വന്നിരിക്കുന്നത്, ഹർത്താൽ സ്കൂൾ വിട്ടു. അപ്പോൾ ശരി, ബൈ.